ഹലോ, ഞാൻ രഞ്ജിത്ത്. ഒരു പുതിയ പരിശീലനം നമുക്ക് പഠിക്കാം. നമ്മുടെ ഈശ്വരീയമായ സാന്നിധ്യം, ഈശ്വരൻ എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകളോടുള്ള ഉത്തരത്തിലേ ഉള്ളൂ. ഈ പ്രകൃതി നമുക്ക് നിലനിൽക്കാൻ സഹായിക്കുന്ന എന്താണോ അതാണ് ഈശ്വരൻ എന്നുള്ള അർത്ഥമാക്കുന്നത്. അപ്പോൾ ക്രൗൺ എനർജി സെൻറ്റർ ഈശ്വരീയമായ ഊർജം കടന്നു വരുന്നതാണെന്ന് നമുക്കറിയാം. മറ്റു പല വീഡിയോകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രൗണിൽ കൂടെ ഈശ്വരീയമായ പ്രകാശത്തെ സ്വീകരിക്കുക. അതെന്ത് നിറത്തിലായിരിക്കും വരിക? ഒരു ഗ്ലിറ്ററിങ് വയലറ്റ് നിറത്തിലായിരിക്കും. ആ ഒരു തിളങ്ങുന്ന വയലറ്റ് നിറം, ഇളം വയലറ്റ് നിറം തിളങ്ങുന്നത് നമ്മുടെ നടു നിവർന്നിരിക്കണം, നാവ് മടക്കി വയ്ക്കണം, പുഞ്ചിരിക്കണം. ഇതൊക്കെ നിങ്ങളെപ്പോഴും ഓർക്കണം. എന്നിട്ട് ക്രൗണിൽ നിന്നും ആ തിളങ്ങുന്ന പ്രകാശം ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും അത് നമ്മുടെ ഓറയിൽ നിറയുന്നതും. ഓറയിൽ ആദ്യം എന്താണ് നടക്കുക? ആദ്യം നമ്മുടെ ഉള്ളിലുള്ള ഈ നിറത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷത, അതിൻ്റേതായ സുബോധമുണ്ട്. അതിന് തന്നെ എല്ലാം തിരിച്ചറിയാം. നമ്മളൊരു നിർദ്ദേശം കൊടുക്കേണ്ട കാര്യമില്ല, അതറിയാം. എന്നാലും നമുക്ക് നിർദ്ദേശം കൊടുക്കാം. അപ്പോൾ വയലറ്റ്, തിളങ്ങുന്ന ഒരു വയലറ്റ് നിറം നമ്മുടെ ക്രൗണിലേക്ക് കടന്നു വരുന്നതും അത് ശിരസിലും ബ്രെയിനിലും മസ്തിഷ്കത്തിലും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട ഗ്ലാൻഡുകൾ, പിറ്റ്യൂട്ടറി, പീനിയൽ ഗ്ലാൻഡുകളിൽ, ഹൈപ്പോതലാമസ് ഗ്രന്ഥികൾ, ബ്രെയിൻ സ്റ്റെം, മെഡുല ഒബ്ലോങ്കേറ്റ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതിൻ്റെ ബ്രെയിനിൻ്റെ തന്നെ മറ്റ് രണ്ട് വശങ്ങൾ, റൈറ്റ് ഹെർമിസ്ഫിയർ ആൻഡ് ലെഫ്റ്റ് ഹെർമിസ്ഫിയർ ആൻഡ് സെർബ്രം ആൻഡ് സെറിബെല്ലം, ഇതൊക്കെ നമ്മുടെ ജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ. പിന്നെ നമ്മുടെ ത്രോട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ തൊണ്ടയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ത്രോട്ടിൻ്റെ സഹായം ഫുഡ് ട്യൂബ്, സൗണ്ട് ബോക്സ്, എയർ ട്യൂബൊക്കെയാണ്. അതിനെയൊക്കെ അതുമാതിരി തൈറോയിഡ്, പാരാതൈറോയിഡ്, അവിടെയൊക്കെ ക്ലെൻസ് ചെയ്യണം നമ്മൾ. വയലറ്റ് പ്രാണനെ കൊണ്ട് നമ്മുടെ ശരീരം മുഴുവനും നമ്മൾ ക്ലെൻസ് ചെയ്യണം. ആദ്യം ബ്രെയിനിൽ നിന്നും കടന്നു വന്ന് അത് നാവുകളുടെ എൻഡ്, ചെറുനാവ്, ആ ഏരിയ, ചെവി, കണ്ണ്, മൂക്ക്, ആ ഭാഗങ്ങളൊക്കെ ക്ലീനിങ് ചെയ്യണം. അതിന് പ്രത്യേക ശക്തി ഉള്ളത് കൊണ്ട്, ആക്ച്വലി അത് ഡിവൈനിറ്റിയിൽ നിന്നും കടന്നു വരുന്നതുകൊണ്ട് അതിന് സവിശേഷമായ ചില ശക്തികളുണ്ട്. ഇളം വയലറ്റ് തിളങ്ങുന്ന നിറം. അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറ് തോന്നരുത്. കാരണം ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ടാവുമല്ലോ, അവർക്കത് ഒന്ന് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രൗണിൽ കൂടെ കടന്നു വരുന്ന വയലറ്റ് പ്രാണൻ നമ്മുടെ ശിരസിൽ കൂടെ നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തെ കംപ്ലീറ്റ് ക്ലീനിങ് ചെയ്യണം. അങ്ങനെ അത് താഴേക്ക് വന്ന് ത്രോട്ട്, ചെസ്റ്റ്, ഫിസിക്കൽ ഹാർട്ട്, അതിൽ കൂടെ ലങ്സ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ലങ്സ്, അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് നമ്മുടെ അബ്ഡോമിനൽ ഏരിയയിലുള്ള എല്ലാ അവയവങ്ങൾ, ഹാർട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സ്പ്ലീൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ നമ്മുടെ ലിവർ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. അങ്ങനെ ഒട്ടനവധി അവയവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ലാർജ് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻസ് ഉണ്ട്. അങ്ങനെ ഗർഭപാത്രമുണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ലൈംഗികമായിട്ടുള്ള അവയവം ഉണ്ട്. അതിനൊക്കെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അത് കാലുകളിലേക്ക് കടന്നു വന്ന് കാലുകളുടെ ഡെഡായിട്ട് കിടക്കണ ഉപയോഗശൂന്യമായിട്ടുള്ള സെൽസൊക്കെ ക്ലീൻ ചെയ്യുന്നത് എൻ്റയർ ലെഗ്സ് കാലിൻ്റെ അടിഭാഗം വരെ അത് വന്നത് ക്ലീൻ ചെയ്ത് അത് ഭൂമിയിലേക്ക് ആ എനർജിയെ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് അതിനെ തള്ളിക്കളയുന്നതായിട്ട് സങ്കല്പിക്കുക. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ക്രൗണിൽ കൂടെ വയലറ്റ്, തിളങ്ങുന്ന ഒരു വയലറ്റ്, ഇളം വയലറ്റ് നിറം ക്രൗണിൽ കൂടെ ശിരസിൻ്റെ മുകളിൽ കൂടെ കടന്നു വരുന്നതും അത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അവയവങ്ങളും, അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ത്രോട്ടിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവയവങ്ങൾ, അതുപോലെ തന്നെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവയവങ്ങൾ, നമ്മുടെ എൻ്റയർ ട്രങ്ക് ഏരിയയിലുള്ള ബാക്കിയുള്ള എല്ലാ അവയവങ്ങളും, അതിനുശേഷം നമ്മുടെ ലൈംഗിക അവയവം, അതുപോലെ തന്നെ ബേസിക് എനർജി സെൻറ്ററിൻ്റെ കാലുകൾ, ഇതിൽ കൂടെയൊക്കെ ഈ വയലറ്റ് പ്രാണൻ കടന്ന് തിളങ്ങുന്ന വയലറ്റ് പ്രാണൻ, ഇളം വയലറ്റ് പ്രാണൻ കടന്നു ചെന്ന് ശരീരം മുഴുവനും ശുദ്ധീകരിക്കുക. ആദ്യം ഇൻഹെയിൽ ടു ദ അബ്ഡോമൻ ആൻഡ് ഹോൾഡ് ദർ 3 കൗണ്ട്. അതായത് ശ്വാസത്തിൽ കൂടെ നമ്മൾ
ക്രൗണിൽ നിന്ന് തിളങ്ങുന്ന ഇളം വയലറ്റ് നിറത്തെ നാം സ്വാംശീകരിക്കുകയാണ് ഇൻഹെയിൽ ചെയ്യുമ്പോൾ. എക്സ്ഹെയിൽ ക്ലീൻ യുവർ എൻറ്റയർ ബോഡി. ഓരോ ഭാഗങ്ങളും ക്ലെൻസ് ചെയ്യുന്നതായിട്ട്, ശിരസ് മുതൽ പാദം വരെ അത് ക്ലെൻസ് ചെയ്യുന്നത്, എല്ലാ സുഖങ്ങൾ, അവിടുത്തെ ഡെഡ് സെൽസൊക്കെ ഡിസിൻറ്റിഗ്രേറ്റായി അത് ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നത്. ഈ ക്രൗണിൽ നിന്നും വരുന്ന ഈ ഈശ്വരീയമായ പ്രകാശം നമ്മുടെ ശരീരഭാഗങ്ങളിൽ, അവയവങ്ങളിൽ, നമ്മുടെ കോശങ്ങളിൽ, എല്ലാ അസ്ഥിവ്യവസ്ഥകളിൽ, പേശീവ്യവസ്ഥകളിൽ, ബ്ലഡിൽ ഒക്കെ കടന്നു ചെന്ന് അവിടെ ഇമ്പ്യൂരിറ്റി ആയിട്ട് കിടക്കുന്ന എല്ലാ നെഗറ്റീവ്സിനെയും ഡിസീസ്ഡ് എനർജീസിനെയും ഭൂമിയിലേക്ക് തള്ളിക്കളയുക. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇൻഹെയിൽ ഹോൾഡ് 3 എണ്ണുന്നത് വരെ 3 കൗണ്ട് 3 സെക്കൻഡ് അവിടെ നിന്ന് നിർത്തണം. ഇൻഹെയിൽ ടു ദ അബ്ഡോമൻ, എപ്പോഴും ഞാൻ പറയുന്നത് അബ്ഡോമൻ ബ്രീത്ത് ആയിരിക്കണം. ഇൻഹെയിൽ അബ്ഡോമൻ ടു ദ അബ്ഡോമൻ ആൻഡ് ഹോൾഡ് ദർ 3 കൗണ്ട്. ആ നേരത്തെ അത് ശരീരം മുഴുവനും ക്ലെൻസ് ചെയ്യുന്നതായിട്ട് വിഭാവനം ചെയ്യാം. ഓക്കെ. ദെൻ വീണ്ടും എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് ചീത്ത ഊർജ്ജങ്ങൾ ഭൂമിയിലേക്ക് കാലുകളുടെ അടിയിൽ കൂടെ തള്ളിപ്പോകുന്നതായിട്ട് സങ്കല്പിക്കുക. ആ സങ്കല്പത്തിൻ്റെ ഒരു വലിയ പ്രാധാന്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സങ്കല്പിക്കാൻ പറയുന്നത്. അങ്ങനെ നമുക്ക് ഒരു 5 തവണ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇൻഹെയിൽ, ദെൻ എക്സ്ഹെയിൽ, ഫ്ലഷ് ഔട്ട്. കംപ്ലീറ്റ് അസുഖങ്ങളായിട്ട് കിടക്കുന്നു, അസുഖങ്ങൾ വരാനിരിക്കുന്ന ഊർജ്ജങ്ങളോ അല്ലെങ്കിൽ നമുക്ക് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നതോ അത് യൂസ്ഡപ്പ് ആയിട്ടുള്ള എനർജീസിനൊക്കെ നമുക്ക് കാലുകളുടെ അടിയിൽ കൂടെ, കാലിൻ്റെ അടിയിൽ ഒരു സോൾ മൈനർ ചക്രയുണ്ട്, അതുപോലെ തന്നെ മൂലാധാരത്തിലും ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൽ കൂടെ ഭൂമിയിലേക്ക് അത് തള്ളിക്കളഞ്ഞുകൊണ്ട് അത് ഡിസെൻറ്റിഗ്രേറ്റ് ആവാനായിട്ട് പറയാം. ഒരു 5 ടൈംസ് അങ്ങനെ ചെയ്യുക. ഇത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞാണ് ചെയ്യേണ്ടത്. 5 തവണ ഇൻഹെയിൽ abdomen and hold 3 seconds, 1, 2 and 3. Then exhale, eradicate all negatives from our system. ഇതൊരു 5 തവണ ചെയ്യാം. അതിനുശേഷം വീണ്ടും ഇൻഹെയിൽ ചെയ്യുക. 5 തവണ കഴിഞ്ഞതിന് ശേഷം ക്രൗണിൽ നിന്ന് ആ തിളങ്ങുന്ന വയലറ്റ് പ്രാണനെ എടുത്ത് നമ്മുടെ ശിരസിൽ കൂടെ, ബ്രെയിനിൽ കൂടെ, അതിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കണ്ണുകൾ, മൂക്ക്, ചെവി, നാവ്, ചെറുനാവ്, ത്രോട്ടിലുള്ള എല്ലാ ഭാഗങ്ങളും, ഹാർട്ട്, ഫിസിക്കൽ ഹാർട്ട്, ലങ്സ്, ഡയഫ്രം ആൻഡ് സ്പ്ലീൻ ആൻഡ് liver and other parts of beings inside our body and അതങ്ങനെ അതിൽ കൂടെ കടന്നു വന്ന് അതിനെ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യണം. ക്ലീനിങ് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ 5 ടൈംസ് ചെയ്തപ്പോൾ പിന്നെ നമ്മൾ അതിനെ എല്ലാത്തിനെയും ആക്ടിവേറ്റ് ചെയ്യണം. ഡിവൈൻ എനർജി, അതായത് വയലറ്റ് തിളങ്ങുന്ന പ്രാണനെ നാം എടുത്ത് നമ്മുടെ എല്ലാ അവയവങ്ങളെയും, ബ്ലഡിനെ പോലും, അസ്ഥി വ്യവസ്ഥ, സ്കെൽട്ടൽ സിസ്റ്റം ആൻഡ് മസ്കുലാർ സിസ്റ്റം ആൻഡ് ദ ബ്ലഡ് ആൾസോ, അതിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യുക. എന്നിട്ട് അത് കാലുകളുടെ അടിവരെ വന്ന് നിറഞ്ഞ് കവിയുന്നതായിട്ട് ഈ അടുത്ത 5 കൗണ്ട് ചെയ്യണവരെ ചെയ്യുക. അതിൽ നിന്നും ക്ലീനിങ്ങും എനർജൈസിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഓറ വളരെ അത്ഭുതകരമായിട്ട് പ്രകാശിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. ഒരു ഈശ്വരീയമായൊരു അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഈശ്വരീയമായ ബന്ധം, വളരെ മികച്ച ഒരു ബീയിങ്, ഒരു ആളായിട്ട് നമ്മളെ മനസ്സിലാക്കാൻ അങ്ങനെയാണ് ആളുകൾക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്രൗണിൽ നിന്നും ഇളം വയലറ്റ് നിറം കടന്നു വന്ന് എൻറ്റയർ ബോഡി ക്ലീനിങ് ചെയ്യുന്നു. അത് എടുത്ത് ആ ക്ലീനിങ് ചെയ്യുന്നതിന് പൂർണ്ണമായിട്ടും ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നു. ഇൻഹെയിൽ, ഹോൾഡ് ദർ 3 കൗണ്ട്, ദെൻ എക്സ്ഹെയിൽ, നിറം വന്ന് നിറഞ്ഞ് അതിനെ ഭൂമിയിലേക്ക് എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് തള്ളിക്കളയുക. ദെൻ ഹോൾഡ് ദർ 3 കൗണ്ട്. ഈ 5 സെറ്റ് ചെയ്യുമ്പോൾ ശ്വാസം എടുത്തതിന് ശേഷം 3 തവണ അവിടെ എണ്ണുന്നത് വരെ ഹോൾഡ് ചെയ്യണം. ദെൻ എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് അതിനെ ഭൂമിയിലേക്ക് തള്ളിക്കളയണം. അടുത്ത 5 ചെയ്യുമ്പോൾ ഇൻഹെയിൽ, അബ്സോർബ് ദ ഡിവൈൻ പ്രാണ through your crown and assimilate all our entire body and energize and hold their 3 count. That time ശരീരം മുഴുവനും
അത് ആ ശുദ്ധമായ ഈശ്വരീയമായ ക്ലീൻ ആയ ഭാഗങ്ങളൊക്കെ അത് നിറഞ്ഞ് ശക്തമാവുന്നത് സങ്കല്പിക്കുക. അത് 5 തവണ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ടൊരു താങ്ക്സ് ഗിവിങ് പ്രയർ ചെയ്യുക. ഇത് നിങ്ങൾ പരിശീലിച്ച് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഗുണമുണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. വളരെ ലളിതമായിട്ട് ഇതൊരു ധ്യാനം പോലെ കണ്ണടച്ചിരുന്ന് നാവ് മുകളിലേക്ക് മുട്ടിച്ച് നടുനിവർന്നിരുന്ന് നെക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇത് എന്നും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.